കഴിഞ്ഞ 15 വർഷം ലോക ഫുട്ബോൾ 2 പേരുകളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ. എല്ലാ ബാലൻഡിയോറും എല്ലാ ട്രോഫികളും അവർ വീതിച്ചെടുത്തു. എന്നാൽ കാലം മാറുകയാണ്. ആ ഇതിഹാസ യുഗം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഇതാ ലോകകപ്പിന്റെ മണ്ണിൽ പുതിയൊരു യുദ്ധത്തിന് കൊടിയേറിയിരിക്കുന്നു. എർലിംഗ് ഹാലൻഡോ അതോ കിലിയൻ എംബാപ്പയോ? വരും ദശകം ആര് ഭരിക്കും? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോർവേയുടെ ആ വജ്രായുധത്തിലേക്ക് വരാം. എർലിംഗ് ഹാലൻഡ് ഒരു ഹെവി വെയ്റ്റ് ബോക്സറുടെ ശരീരവും ഒരു ചീച്ചപ്പുലിയുടെ വേഗതയുമുള്ള കളിക്കാരൻ. നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷമാണ് നോർവേ ലോകകപ്പ് കളിക്കുന്നത്. പക്ഷേ ഹാലൻഡ് അവിടെ ചരിത്രം കുറിക്കുകയാണ്. വെറും 4 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ. ഒരു മാച്ചിൽ 1.75 ഗോളുകളുടെ ആവറേജ്. പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീലിനെ ഇരട്ട ഗോളുകളോടെയാണ് ഹാലൻഡ് തകർത്തുവിട്ടത്. ബോക്സിനുള്ളിൽ പന്ത് എവിടെ വരുമെന്ന് മുൻകൂട്ടി കാണാൻ ഈ 6 അടി 5 ഇഞ്ചുകാരന് പ്രത്യേക കഴിവുണ്ട്. ഹാഫ് ചാൻസ് കിട്ടിയാൽ പോലും അതൊരു ബുള്ളറ്റ് ഗോളാക്കി മാറ്റാൻ ഹാലൻഡിന് ഒരൊറ്റ ടച്ച് മതി. എന്നാൽ ഈ സിംഹാസനത്തിലേക്ക് മറ്റൊരു അവകാശി കൂടിയുണ്ട്. ഫ്രാൻസിന്റെ സ്വന്തം സുൽത്താൻ കിലിയൻ എംബാപ്പെ. വേഗത എന്നാൽ വെറും വേഗതയല്ല, ഒറ്റ സെക്കൻഡിൽ മാക്സിമം സ്പീഡിലേക്ക് കുതിക്കുന്ന ആക്സിലറേഷൻ ആണ് എംബാപ്പയുടെ ആയുധം. ഈ തവണ 6 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളുമായി ഗോൾ വേട്ടിൽ മുന്നിലാണ് ഈ ഫ്രഞ്ച് നായകൻ. കഴിഞ്ഞ ദിവസം നടന്ന ക്വാർട്ടറിൽ മൊറോക്കോയുടെ വൻമതിൽ തകർത്തത് എംബാപ്പയുടെ ആ മാന്ത്രിക കാലുകളായിരുന്നു. ഒരു വിങ്ങറായോ ഒരു സെൻട്രൽ സ്ട്രൈക്കറായോ എവിടെ വേണമെങ്കിലും എംബാപ്പയ്ക്ക് കളിക്കാം. എതിരാളികളുടെ ഡിഫൻസിന് കബളിപ്പിച്ച് ഒറ്റയ്ക്ക് കളി തിരിക്കാൻ ഇവനേക്കാൾ മിടുക്കൻ ഇന്ന് ലോകത്തില്ല. എന്താണ് ഇവരെ എത്ര വലിയ അത്ഭുതങ്ങളാക്കുന്നത്? കായിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഹാലൻഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അത്ലറ്റിനെ പോലെയാണെന്നാണ്. അത്രയും വലിയ ശരീരമുണ്ടായിട്ടും ബോക്സിനുള്ളിൽ ഇത്രയും വേഗതയും ഫ്ലെക്സിബിലിറ്റിയും കാണിക്കാൻ ഹാലൻഡിന് മാത്രമേ കഴിയൂ. മറുഭാഗത്ത് എംബാപ്പെ ഒരു ബയോമെക്കാനിക്കൽ അത്ഭുതമാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ദിശ മാറ്റാൻ എംബാപ്പയ്ക്കുള്ള സന്തുലിതാവസ്ഥ ഡിഫൻഡർമാരെ വെറും കാഴ്ചക്കാരാക്കി മാറ്റുന്നു. ചുരുക്കത്തിൽ പെനാൽറ്റി ബോക്സിൽ ഒരു ഫിനിഷറെയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണുപൂട്ടി ഹാലൻഡിനെ തിരഞ്ഞെടുക്കാം. എന്നാൽ 3 ഡിഫൻഡർമാരെ ട്രിപ്പിൾ ചെയ്ത് വീഴ്ത്തി ഒരു മാജിക് ഗോൾ വേണമെങ്കിൽ അവിടെ എംബാപ്പെ വരണം. ഫുട്ബോൾ ലോകം ഇനി അടുത്ത 10 വർഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശക്തിയും വേഗതയും തമ്മിലുള്ള ഈ അതിമനോഹരമായ പോരാട്ടത്തിനാണ്. മെസ്സി റൊണാൾഡോ യുഗത്തിന് ശേഷം നമ്മൾ കാത്തിരുന്ന ആ വലിയ പോരാട്ടം ഇതാ ഈ ലോകകപ്പോടെ ആരംഭിക്കുകയാണ്.